ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഓൾട്രേഷൻ വർക്ക് ചെയ്യാനുള്ള ചാർജസ് എങ്ങനെ വരുന്നതെന്ന് നോക്കിയാലോ. ഓൾട്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന നമ്മുടെ കുർത്തി, മാക്സി ഇതുപോലുള്ളതൊക്കെ നമുക്ക് ഷേപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സ്ലീവ്സ് കുറക്കാനും കൂട്ടാനും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തെ വർക്കുകൾക്ക് എത്രയൊക്കെയാണ് ചാർജസ് വാങ്ങിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ട് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് കുർത്തിയിലും മാക്സിയിലും നമുക്ക് ചെറിയ ചെറിയ വർക്കുകൾ എന്തായാലും ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഷേപ്പ് ആക്കുക, അങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ. ഇതിനൊക്കെ എത്ര ചാർജസ് ആണ് വാങ്ങിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് ചെയ്യാൻ കൊടുക്കുന്നവരും ഉണ്ടാവും, ചെയ്തു കൊടുക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് ചെയ്തു കൊടുക്കുന്നവരാണെങ്കിലും നമ്മുടെ ഒരു അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ്. അപ്പോൾ അത് നമ്മൾ എത്രയാണ് ഇതിൻ്റെ റേറ്റ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള വർക്കുകൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നവരും ഉണ്ട് കേട്ടോ. നമുക്ക് പൈസ ചോദിക്കാൻ മടി കാരണം നമ്മുടെ റിലേറ്റീവ്സോ നെയ്ബേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ പറയാനും മടിച്ചിരിക്കുന്നവരുണ്ടാവും. ഈ കൊണ്ടുവന്ന് തരുന്നവരും അതുപോലെ തന്നെ ആവും. നമുക്ക് ഇതിനൊക്കെ പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ചെറിയ വർക്കല്ലേ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ നമ്മൾ എടുക്കുന്ന ആ ഒരു എഫേർട്ടിൻ്റെ പൈസ നമ്മൾ തന്നെ പറഞ്ഞ് വാങ്ങിക്കണം കേട്ടോ. ഇതിനൊക്കെ എത്രയാണ് ചാർജസ് വാങ്ങിക്കേണ്ടത് എന്ന് നോക്കാം. കുർത്തിയിൽ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് 50 രൂപ വരെ വാങ്ങിക്കാം കേട്ടോ. റെഡിമെയ്ഡായിട്ട് കുർത്തി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സ്ലീവ്സും ഉണ്ടാവില്ലേ, അത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി. അതിനാണ് നമുക്ക് 50 രൂപ വാങ്ങിക്കാം. അതിൻ്റെ മോഡലിനനുസരിച്ച് നമുക്ക് റേറ്റ് കൂട്ടാം കേട്ടോ. അപ്പോൾ പലവിധം സ്ലീവ്സുകൾ ഉണ്ടല്ലോ, പഫായിട്ടും അതുപോലെ തന്നെ ഇലാസ്റ്റിക്കൊക്കെ വെച്ചിട്ടാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് 60-70 രൂപയ്ക്ക് ആക്കിയിട്ട് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഫ്രീ സൈസിൽ വാങ്ങിക്കുന്ന കുർത്തിയിലാണെങ്കിൽ നമുക്ക് നെക്കും ഷോൾഡറും സ്ലീവ്സും എല്ലാം നമുക്ക് ഒന്ന് ആൾട്ടറേഷൻ ചെയ്യേണ്ടി വരും കേട്ടോ. ഇതുപോലെ എല്ലാ ഏരിയയിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടി വരും, ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും, ടക്കിട്ടൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വർക്കിന് നമുക്ക് 120 രൂപ വരെ വാങ്ങിക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന കുർത്തിയിലും മാക്സിയിലൊക്കെ ഒറ്റ സ്റ്റിച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നതിന്, ആം ഹോളിലും അതുപോലെ തന്നെ സൈഡിലൊക്കെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നതിന് നമുക്ക് 30 രൂപയൊക്കെ വാങ്ങിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഫ്രീ സൈസായിട്ട് വാങ്ങിക്കുമ്പോൾ നെക്കിൻ്റെ ഡെപ്ത് ഇറങ്ങി പോകുന്നൊരു പ്രശ്നം അധിക പേർക്കും ഉണ്ടാവും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ആ ഭാഗം തുന്നഴിച്ചിട്ട് വേണം ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ മടക്കി തയ്ക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വർക്കിനൊക്കെ നമുക്ക് 50 രൂപ വരെ വാങ്ങിക്കാം കേട്ടോ. കാണുമ്പോൾ നമുക്ക് ഈസിയായി സിമ്പിളായിട്ടുള്ള വർക്കാണെങ്കിലും അത്യാവശ്യം നല്ല എഫേർട്ടുള്ള ജോലിയാണ്. നമ്മൾ ആദ്യം അയച്ചെടുത്തതിന് ശേഷമാണ് വീണ്ടും സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ആ ഒരു ഭാഗം അതിൻ്റെ ഭംഗിയൊന്നും നഷ്ടപ്പെടാതെ ആ ഭാഗം ഉള്ളിലേക്ക് മടക്കി തയ്ക്കുക കൂടെ വേണം. അപ്പോൾ അതിന് നമുക്ക് 50 രൂപ വാങ്ങിക്കാം. അതുപോലെ തന്നെ നൈറ്റി നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നൈറ്റിയുടെ സ്റ്റിച്ചൊക്കെ ലോങ് സ്റ്റിച്ചായിട്ടായിരിക്കും ഇവർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടാവുക. അപ്പം അതൊക്കെ നമുക്ക് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ കൂടെ തന്നെ ചിലർക്ക് ഇതിൻ്റെ ലെങ്ത്ത് കുറക്കും വേണ്ടി വരും. അപ്പോൾ നമ്മൾ താഴെ ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ മടക്കി തയ്ക്കും വേണം. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് കൂട്ടി കൊടുക്കും വേണ്ടി വരും. അപ്പോൾ നമ്മൾ താഴെ നിന്ന് തന്നെ നമ്മൾ ആ ഒരു പീസ് എടുത്തിട്ട് സ്ലീവ്സിൻ്റെ ആ ഭാഗത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ വർക്കിനൊക്കെ നമുക്ക് 50 രൂപ വാങ്ങിക്കാം കേട്ടോ. അതുപോലെ തന്നെ മാക്സിയിലും കുർത്തിയിലൊക്കെ സിബ്ബ് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടി വരാറുണ്ട് അല്ലേ. ഫീഡിങ് ഫ്രണ്ടിലായിക്കൊണ്ട് നമ്മൾ മെറ്റേണിറ്റി വൈസ് ചെയ്തെടുക്കുമ്പം നമുക്ക് നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള കുർത്തി ആണെങ്കിലും മാക്സി ആണെങ്കിലും ഇതിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ ആദ്യം നമ്മൾ തുന്നഴിച്ചിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് വേണം പിന്നെ നമുക്ക് സിബ്ബ് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള ഇൻവിസിബിൾ സിബ്ബ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് 70 രൂപയാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത്. ഇനി രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ 120 രൂപ മുതൽ 140 രൂപ വരെ വാങ്ങിക്കാം. അതുപോലെ തന്നെ ഇത് നമ്മൾ നോർമൽ സിബ്ബാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് 40 രൂപയാണ് കേട്ടോ സിബ്ബ് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നോർമൽ ചെയ്തതിനേക്കാളും നമുക്ക് കുറച്ചും കൂടി എഫേർട്ടുള്ള ജോലിയാണ് ഈ ഒരു ഇൻവിസിബിൾ സിബ്ബ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ രണ്ടിനും 2 റേറ്റാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുർത്തിയുടെയും പാൻസിൻ്റെ ഒക്കെ ലെങ്ത്ത് കുറക്കൂലേ, ഇങ്ങനത്തെ വർക്കിന് നമുക്ക് 40 രൂപയാണ് കേട്ടോ വാങ്ങിക്കാറ്. പിന്നെ നമുക്ക് കുർത്തിയിലും നൈറ്റിയിലും പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് 50 രൂപയാണ് കേട്ടോ വരുന്നത്. 2 സൈഡിലും ചെയ്യാനായിട്ട് 100 രൂപയാണ് കേട്ടോ വരുന്നത്. 1 സൈഡിൽ ചെയ്യുമ്പോഴാണ് 50 രൂപ നമുക്ക് അങ്ങനെ വാങ്ങിക്കാം. അതുപോലെ തന്നെ പാൻസിലും സ്കേർട്ടിലൊക്കെ ഇലാസ്റ്റിക് വെക്കാനായിട്ട്
നമുക്ക് 80 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. ഇലാസ്റ്റിക്കിൻ്റെ റേറ്റും കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം അത് എടുക്കാനായിട്ട്. ഇതിനൊക്കെ പുറമെ തന്നെ കുറേ തുന്നി വിട്ടതും കീറിയതും ആയിട്ടുള്ള ക്ലോത്ത്സുകൾ ഉണ്ടാവൂലേ, ഇതൊക്കെ ഇവർ നമ്മളെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിനൊന്നും റേറ്റ് കൊടുക്കണ്ടല്ലോ ഈ ഒരു ചിന്തയിലാണ് ഇവർ നമ്മളെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് തന്നെ. ഷോപ്പിലാകുമ്പോൾ എന്തായാലും അതിനുള്ള റേറ്റ് നമ്മൾ കൊടുക്കുക തന്നെ വേണം. വീട്ടിലാകുമ്പോൾ ഇതൊന്നും വേണ്ടല്ലോ എന്നുള്ള ചിന്തയിലും കൊണ്ടുവരുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് കാണുമ്പോൾ സിമ്പിളാണെങ്കിലും ചെയ്തെടുക്കാൻ കുറച്ച് പാടുള്ള വർക്കുകളാണ്. ആ കീറിയത് കാണാത്ത രൂപത്തിൽ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സമയവും എഫേർട്ടും എനർജിയും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കൂലി നമ്മൾ എത്ര കുറച്ചാണെങ്കിലും നമ്മൾ ഫിക്സ് ചെയ്തിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഇങ്ങനത്തെ വർക്കിനൊക്കെ 30 രൂപ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിക്കട്ടോ. എത്രത്തോളം ചിലവർ കുറേ ആയിട്ട് കൊണ്ടുവരും, ഒരുപാട് അങ്ങ് കൊണ്ടുവരും. ഇങ്ങനെ തുന്നിട്ടതും കീറിയതൊക്കെ ആയിട്ട് കുറച്ച് വർക്കല്ലേ ഉള്ളൂ, അത്രമാത്രമൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും. പക്ഷേ അത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള കൂലി നമ്മൾ തന്നെ പറഞ്ഞിട്ട് വാങ്ങുക. 2000-3000 രൂപയുടെ ഡ്രസ്സുകൾ വാങ്ങിയിട്ട് ഇതുപോലുള്ള ചെറിയ ആൾട്ടർനേഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ 10-50 തരാനായിട്ട് പലർക്കും മടിയാണ്. തയ്ച്ചു കൊടുത്തിട്ടും ക്യാഷ് തരാതെ പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞു പോകുന്നവരുണ്ടാവില്ലേ. ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തവരായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ടാവില്ല എന്ന് തന്നെ പറയാം അല്ലേ. ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.